ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു യാത്രയിൽ നിന്നാണ്. വടപ്പുറം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ്. രാവിലെ 9:30 വീട്ടിൽ നിന്നിറങ്ങിയതാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ 2:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. പുറത്തുനിന്നൊന്നും ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല ചോറും ചിക്കൻ കറിയും ക്യാബേജ് തോരനും അച്ചാറും ഉണ്ട്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ട് കേട്ടോ. മുന്തിരി ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ചെന്നിട്ട് നല്ലൊരു ബീട്രൂട്ട് രസം ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കുറുകിയ ബീട്രൂട്ട് രസവും ചൂടുള്ള ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ലൂസാക്കിയിട്ടുള്ള രസം അത് വെറുതെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിലേക്കൊക്കെ ആവുമ്പോൾ നല്ല കുറുകിയ രസമാണ് നല്ലത് കേട്ടോ. അപ്പോൾ ചെന്നിട്ട് നല്ല കുറുകിയ ബീട്രൂട്ട് രസം ഉണ്ടാക്കി നോക്കാം. ഇവിടെ അടുത്തായിട്ട് നല്ലൊരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ്. പല വിധത്തിലുള്ള ദോശകളുണ്ട്. പനീർ ദോശ, മഷ്റൂം ദോശ, എന്തൊക്കെയോ പേരുള്ള ദോശകൾ. ഞാനും 1-2 ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. വെറൈറ്റി ദോശകൾ മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. നല്ല ഊണും കിട്ടും. അതിൻ്റെ ഉപ്പേരി, കറികൾ, അച്ചാറ്, കൂടെ പായസം, പപ്പടം എല്ലാം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഓർക്കുമ്പോൾ കയറി കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അത് വെറുതെ വേസ്റ്റ് ആവൂലേ. ഈ പച്ച ബോർഡ് കാണുന്നതാ, അതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക, കഴിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ. ബീട്രൂട്ട് രസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബീട്രൂട്ട്, 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ബീട്രൂട്ട് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തക്കാളിയും. ഇനി നമുക്ക് ഇത് ചെറിയൊരു കുക്കറിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒരു 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുരുമുളക് എൻ്റെ കയ്യിൽ ചതക്കാത്തതില്ല കേട്ടോ. പൊടിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഉണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ളൊരു കുരുമുളകാണ് നല്ലത്. പിന്നീട് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ടും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തക്കാളിയുടെ തൊലിയൊക്കെ നമുക്കിതിന് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കൂടെ കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം കൂടെയാണ് ഞാൻ ചതച്ചെടുത്തത്. അത് മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കാം. ചതച്ചിടുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പൊടി ഇട്ടെടുക്കണം. ഇനി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ബീട്രൂട്ട് ചേർത്തെടുക്കാം. മിക്സി ജാർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. നമ്മൾ ബീട്രൂട്ട് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ചേർക്കുക. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം കുറുകിയ ടൈപ്പിൽ വേണോ അതോ ലൂസായിട്ട് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അതുപോലെ ചോറിലൊഴിച്ച് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ബീട്രൂട്ട് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, വീഡിയോ കൂടുതൽ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ ഫുഡിന് ചിക്കനും ക്യാബേജ് തോരനും അച്ചാറും സ്പെഷ്യൽ ബീട്രൂട്ട് രസവുമാണ്. അടിപൊളിയാണ്. ചോറിൽ കുറച്ചധികം തന്നെ ഒഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് കുഴച്ച് കഴിക്കാം.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.